ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടുവിലെ എക്കണോമിക്സിൻ്റെ പാർട്ട് 1 ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സിലെ നമ്മൾ ചില പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ബഡ്ജറ്റ് ലൈൻ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്ലി വി കംസ് ടു ദ തിയറി അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി. ദിസ് ഈസ് law of diminishing marginal utility. What is law of diminishing marginal utility? The additional benefit which a person derives from an additional unit of commodity diminishes as consumption increases. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 1 കിലോമീറ്റർ നടക്കുകയോ ഓടുകയോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് വളരെ വേഗത്തിൽ കുടിച്ചു തീർക്കും. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുറച്ച് സ്പീഡ് കുറവായിരിക്കും. മൂന്നാമത്തെ ഗ്ലാസ് വെള്ളത്തിൽ വളരെ സാവകാശമായിരിക്കും. നാലാമത്തെ ഗ്ലാസ് വെള്ളം വേണമെന്ന് നമുക്ക് ഇല്ല. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി ഇസ് നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് വെള്ളത്തിനോടുള്ള ആവശ്യകത നമുക്ക് കൂടുതൽ കിട്ടുന്തോറും അവിടെ കുറഞ്ഞു വരുന്നു. ദെൻ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉപയോഗിച്ച് എങ്ങനെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് എന്താണ് ഡിമാൻഡ്? ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ കമ്മ്യൂണിറ്റി വിത്ത് ഗിവൺ പ്രൈസസ് ആൻഡ് ഇൻകം. നമ്മുടെ കയ്യിലുള്ള ഇൻകവും പ്രൈസസ് ഉപയോഗിച്ച് നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ പ്രൈസ് ഓഫ് കമ്മ്യൂണിറ്റി ആസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ എല്ലായ്പ്പോഴും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. അതായത് നമ്മൾ സപ്പോസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾ ഈസ് ഹൈ, വാട്ട് ഹാപ്പൻ ടു പർച്ചേസ്? ദ പർച്ചേസ് ഓഫ് ക്വാണ്ടിറ്റി for purchase of vegetable is less. Then on the other hand, the price of vegetable is low, but the quantity demanded for vegetable increases. This is explained in law of demand, that is inverse relationship between quantity demanded and price. Then there is an assumption that the other things depending on demand remaining same. What are the other things? Price of related goods, income of the consumer, taste and preferences. ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്? ദ പ്രൈസ് ഈസ് P1, ദ ക്വാണ്ടിറ്റി ഈസ് Q1, ബട്ട് പ്രൈസ് ഇൻക്രീസസ് ടു P0. വാട്ട് ഹാപ്പൻ ടു ക്വാണ്ടിറ്റി? Q0. ഈ തരത്തിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻ ആയതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആയിരിക്കും, ഓർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. Then derivation of demand curve from the marginal utility curve. Suppose that the quantity price is P1, the quantity is OX1, the marginal utility is MU1. Then suppose price decreases to P2. What happened to quantity? The quantity purchased increases to X2. Then as the result of increase in quantity, the marginal utility decreases to M2. Then price also fall to P3. What happened to quantity? X increases to S3. Then as a result of increase in S3, the marginal utility diminishes to M3. So that the shape of both marginal utility and demand curve is downward sloping or negatively sloped. Then ordinal utility analysis. നമ്മൾ യൂട്ടിലിറ്റി തിയറിയിലെ കാർഡിനൽ യൂട്ടിലിറ്റിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും പറഞ്ഞു. എന്നാൽ അടുത്ത തിയറിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ സാറ്റിസ്ഫാക്ഷൻ ഒരു നമ്പറിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്യുകയാണ് സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ വി റാങ്ക് ഓർ പ്രിഫേഴ്സ് അവർ സാറ്റിസ്ഫാക്ഷൻ. അതായത് എനിക്ക് ചില ഗുഡ്സിനോട് പ്രിഫറൻസ് ഉണ്ട് മറ്റു ചില ഗുഡ്സിനേക്കാളും, അല്ലെങ്കിൽ ഞാൻ ചില ഗുഡ്സിന് കൂടുതൽ റാങ്ക് ചെയ്യുന്നു മറ്റു ചില ഗുഡ്സിനേക്കാളും. നമ്മളിവിടെ എക്സാമ്പിളായി പറയുന്നത് 2 കാർ എനിക്കിഷ്ടമാണ്. BMW കാറും ഇഷ്ടമാണ്, നിസാൻ കാറും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് 2 കാറിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏതാണ്? BMW ആണ്. ഇപ്പം നമ്മൾ മീറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ചിക്കനും ബീഫും എടുക്കുകയാണെങ്കിൽ ചിലവർക്ക് പ്രിഫറൻസ് കൂടുതൽ ചിക്കൻ ആയിരിക്കും, മറ്റു ചിലർക്ക് കൂടുതൽ പ്രിഫറൻസ് ബീഫിനായിരിക്കും. Cardinal utility analysis developed by Alfred Marshall, but ordinal utility analysis developed by J.R. Hicks. Law of diminishing marginal utility based on cardinal utility analysis. But ordinal utility analysis approach ആണ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയുന്നത്.
Then take some differences between cardinal utility and ordinal utility. Valuation of satisfaction. Cardinal utility measured satisfaction in terms of absolute numbers. അതായത് for 20 units 30 units അങ്ങനെ കൃത്യമായിട്ട് നമ്പറില്ല. ബട്ട് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ അത്തരത്തിലുള്ള മെഷർമെൻറ്റ് ഇല്ല, കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റ് ഇല്ല. മെഷർമെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂട്ടിൽസാണ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ കൃത്യമായിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ടാവും സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ബട്ട് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മളൊരു പ്രിഫറൻസ് അല്ലെങ്കിൽ റാങ്കിൻ്റെ ബേസിസിലാണ്. അതായത് ഇനി മെഷറിംഗ് ഓർഡർ, അതായത് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് ഏത് ഗുഡ്സിൽ നിന്നാണ്. ഇപ്പോൾ 40 യൂണിറ്റ്സും 20 യൂണിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 40 യൂണിറ്റ്സ് ഓഫ് എക്സും 20 യൂണിറ്റ്സ് ഓഫ് വൈയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എക്സിൽ നിന്നുമാണ് അയാൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന്. എന്നാൽ മറ്റേ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താണ്, റാങ്കിങ് പ്രിഫറൻസ് ആണ്. നമ്മൾ പറഞ്ഞു BMW, നിസാൻ, നമുക്ക് വേറെ എന്താണ്, ഹോണ്ട സിറ്റി, ഇതിലൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് BMW, സെക്കൻഡ് പ്രിഫറൻസ് നിസാൻ ആൻഡ് തേർഡ് പ്രിഫറൻസ് ഹോണ്ട സിറ്റി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. എക്സാമ്പിൾ യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് ഗ്ലാസ് ഓഫ് മിൽക്ക് ഈസ് തേർഡ് യൂട്ടിൽസ്. അവിടെ ഒരു ഗ്ലാസ് പാലിൽ നമുക്ക് തേർഡ് യൂട്ടിൽസ് കിട്ടുന്നു. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ അത് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ഒരു ഗ്ലാസ് സോഡേനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഒരു ഗ്ലാസ് പാലാകുന്നു. ദെൻ ഓർഡിനൽ യൂട്ടിലിറ്റിനെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നോക്കാം. ഇൻഡിഫറൻസ് കർവ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഗിവ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ആ കർവിലുള്ള എക്സും വൈയും അയാൾക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, എത്ര കൺസ്യൂം ചെയ്താലും അയാൾക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. ഒരു പക്ഷേ അയാൾക്ക് എക്സിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വൈക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തേക്കാം. പക്ഷേ എക്സിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ലെവലായിരിക്കും. Then next one, what are the features or characteristics of indifference curve? First one, indifference curve always slopes downward from left to right. What the reason? If a consumer decide to have one more unit of commodity, say apple, the quantity demanded of other commodity must fall so that the total satisfaction remaining same. അതായത് നമ്മളവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് പ്രിഫറൻസ് കൂടുതലുള്ള കമ്മ്യൂണിറ്റി, നമുക്ക് ഇപ്പോൾ ഓറഞ്ചസ് ആണ് അല്ലെങ്കിൽ ആപ്പിളാണ് ഇവിടെ കൂടുതൽ ആവശ്യമെങ്കിൽ നമ്മൾ പ്രിഫറൻസ് കൂടുതൽ കമ്മ്യൂണിറ്റികൾ കൺസ്യൂം ചെയ്യുകയും ഓറഞ്ചിൻ്റെ കൺസംഷൻ അവിടെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇൻഡിഫറൻസ് കർവ് ഓൾവേസ് കോൺവെക്സ് ടു ഒറിജിൻ. സെക്കൻഡ് ഫീച്ചറാണ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ഒറിജിൻ. This is due to the law of diminishing marginal rate of substitution for x and y, that is MRS of x and y. What is that? Marginal rate of substitution or MR of xy refers to the rate at which one commodity is substituted for another but the total satisfaction remaining same. അതായത് നമ്മൾക്ക് പ്രിഫറൻസ് കൂടുതലുള്ള കമ്മ്യൂണിറ്റി കൺസംഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ കമ്മ്യൂണിറ്റിയുടെ കൺസംഷൻ കുറയ്ക്കുന്നു. ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ MRS ഓഫ് എക്സ് ആൻഡ് വൈ. ദെൻ തേർഡ് ഫീച്ചറാണ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇൻഡിഫറൻസ് മാപ്പ്, അതായത് IC1 IC2വിൽ IC1നേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്തിൽ നിന്ന് കിട്ടുന്നു, IC2വിൽ നിന്ന് കിട്ടുന്നു. IC3യിലോ IC2വിൽ നിന്നും IC1നേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇൻഡിഫറൻസ് കർവിൻ്റെ, അതായത് നമുക്കവിടെ കൂടുതൽ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകുന്നതോറും നമുക്ക് നമ്മുടെ പ്രിഫർ ചെയ്ത ഗുഡ് കൂടുതലായിട്ട് നമുക്കവിടെ കൺസംഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. ദെൻ ടു ഇൻഡിഫറൻസ് കർവ് കനോട്ട് ടച്ച് ഈച്ച് അതർ. അതായത് നമുക്കിവിടെ നോക്കാം, രണ്ട് ഇൻഡിഫറൻസ് കർവ് IC1ഉം IC2ഉം K എന്ന പോയിന്റിൽ ടാൻജെൻറ്റ് ചെയ്തിട്ടുണ്ട്. Kയും Tയും IC2വിലും Kയും Sഉം IC1ലാണ്. പക്ഷേ ഇത് രണ്ടും Tയും Sഉം ഒരിക്കലും ഈക്വൽ അല്ല, കാരണം രണ്ട് തരത്തിലുള്ള ഇൻഡിഫറൻസ് കർവിലാണ്. അപ്പോൾ ഇത് ഒരു കൺസ്യൂമർ പ്രിഫറൻസ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ടാൻജെൻറ്റ് ചെയ്യില്ല, കനോട്ട് ഇൻ്റർസെപ്റ്റ് ഈച്ച് അതർ.
നമ്മൾ പുതിയൊരു പ്രിഫറൻസ് അപ്രോച്ച് പഠിക്കുകയാണ്. എന്താണ് മോണോട്ടോണിക് പ്രിഫറൻസ്? ദ റാഷണൽ കൺസ്യൂമർ ഓൾവേസ് പ്രിഫർ മോർ ഓഫ് കമ്മ്യൂണിറ്റി ആസ് ഓഫർ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് കൺസ്യൂമറിന് തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കമ്മ്യൂണിറ്റിയെ ചൂസ് ചെയ്യാനുള്ള കൺസ്യൂമറിൻ്റെ മെൻ്റൽ അപ്രോച്ചിനെ അല്ലെങ്കിൽ പ്രിഫറൻസ് അപ്രോച്ചിനെയാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിഫറൻസ് മാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇൻഡിഫറൻസ് കർവുകൾ ഈ രണ്ട് തരത്തിലുള്ള ഗുഡ്സുകൾ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് കാണിക്കുന്ന എല്ലാ കർവുകളുടെയും ഇൻഡിഫറൻസ് കർവുകളുടെയും ഒരു സെറ്റിനെയാണ് അല്ലെങ്കിൽ കൂട്ടത്തിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. And the indifference map is the graphical representation of two or more indifference curves showing the several combination of different quantities of commodities which consumer consumes given his income and the market prices of goods and services. സോ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടാൻജൻറ്റിലും കൺസ്യൂമർ ഇക്വിലിബ്രിയം അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം.